നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബ്ലൂടൂത്ത് അധിഷ്ഠിത മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ പുറത്തിറക്കി ട്വിറ്റർ സ്ഥാപകൻ ജാക്ക് ഡോർസി. ഐഫോൺ ഉപഭോക്താക്കൾക്ക് സ്വകാര്യവും വ്യത്യസ്തവുമായ ആശയവിനിമയം സാധ്യമാക്കുന്ന ബിറ്റ്ചാറ്റ് എന്ന പേരുള്ള ഈ ആപ്പ് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്നു. നിലവിൽ ബിറ്റ്ചാറ്റ് ആപ്പ് ആപ്പിളിന്റെ ടെസ്റ്റ് ഫ്ലൈറ്റ് വഴി ബീറ്റയിൽ ലഭ്യമാണ്. ബീറ്റ വേർഷൻ ലോഞ്ച് ചെയ്ത ഉടൻ ബിറ്റ്ചാറ്റ് 10,000 ഉപഭോക്താക്കൾ പരീക്ഷിച്ചു തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ. ബ്ലൂടൂത്ത് ലോ എനർജി മെഷ് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചാണ് ഈ ആപ്പിന്റെ പ്രവർത്തനം. സമീപത്തുള്ള സ്മാർട്ട് ഫോണുകളെ എൻക്രിപ്റ്റ് ചെയ്ത് സന്ദേശങ്ങൾ പരസ്പരം കൈമാറുന്ന ക്ലസ്റ്ററുകൾ രൂപപ്പെടുത്താൻ ബ്ലൂടൂത്ത് ലോ എനർജി മെഷ് നെറ്റ്വർക്കുകൾ അനുവദിക്കുന്നു. വാട്സാപ്പ്, ടെലിഗ്രാം അല്ലെങ്കിൽ സിഗ്നൽ പോലുള്ള നിലവിലുള്ള ചാറ്റിംഗ് ആപ്പുകളിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു. ഇന്റർനെറ്റ്, മൊബൈൽ നമ്പർ, അക്കൗണ്ടുകൾ ഇല്ലാതെ പോലും ഈ ആപ്പ് പ്രവർത്തിക്കുന്നു. ബിറ്റ്ചാറ്റ് പൂർണ്ണമായും ഒരു പിയർ ടു പിയർ ബ്ലൂടൂത്ത് അധിഷ്ഠിത സന്ദേശമയക്കൽ ആപ്പാണ്. ഇതിന് സെർവറുകളോ ക്ലൗഡ് സ്റ്റോറേജോ സെൻസർഷിപ്പോ ഇല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്റർനെറ്റ് കണക്ഷനോ നെറ്റ്വർക്ക് കവറേജോ ഇല്ലാതെ തന്നെ ഈ സാങ്കേതിക വിദ്യ ഉപയോക്താക്കളെ നേരിട്ട് ബന്ധിപ്പിക്കുന്നു. iOSന്റെ ടെസ്റ്റ് ഫ്ലൈറ്റ് പ്രോഗ്രാം വഴി ഇത് നിലവിൽ ഐഫോൺ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. കൂടാതെ അതിൻ്റെ ഓപ്പൺ സോഴ്സ് കോഡ് ഉടൻ ഗിറ്റ്ഹബിലും റിലീസ് ചെയ്യും. ബിറ്റ്ചാറ്റ് വൈഫൈയോ മൊബൈൽ ഡാറ്റയോ ഉപയോഗിക്കുന്നില്ല. ഇത് ബ്ലൂടൂത്ത് മെഷ് നെറ്റ്വർക്കിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇവിടെ സമീപത്തുള്ള ബിറ്റ്ചാറ്റ് ഉപഭോക്താക്കൾ പരസ്പരം കണക്ട് ചെയ്യുകയും സന്ദേശങ്ങൾ ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നു. ബിറ്റ്ചാറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ഒരാളുടെ അടുത്താണ് നിങ്ങളെങ്കിൽ ഈ ഉപകരണം വഴി നിങ്ങളുടെ സന്ദേശം അടുത്ത ഉപഭോക്താവിലേക്ക് എത്താൻ കഴിയും. അതായത് പ്രകൃതി ദുരന്തങ്ങൾ, ഇന്റർനെറ്റ് തടസ്സങ്ങൾ അല്ലെങ്കിൽ സെൻസർഷിപ്പ് പോലുള്ള പ്രദേശങ്ങളിൽ പോലും വളരെ ഉപയോഗപ്രദമാകുന്ന തികച്ചും പുതിയൊരു സന്ദേശമയക്കൽ മാർഗമാണിത്. വാട്സപ്പ് പോലെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനോട് കൂടിയ ബിറ്റ്ചാറ്റിൽ അയക്കുന്ന സന്ദേശങ്ങൾ ഉപഭോക്താവിൻ്റെ ഫോണിൽ ലോക്കലായി സംഭരിക്കപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആപ്പ് ഉപയോഗിക്കുന്നതിന് ഫോൺ നമ്പറോ ഇമെയിൽ ലോഗിനോ ആവശ്യമില്ല എന്നതാണ്. അതായത് ഉപഭോക്താവിൻ്റെ ഐഡൻറ്റിറ്റി പൂർണ്ണമായും മറഞ്ഞിരിക്കുന്നു. ഡിജിറ്റൽ ട്രാക്കിംഗ്, ഡാറ്റ മോഷണം എന്നിവയെക്കുറിച്ച് ജാഗ്രത പുലർത്തുന്നവർക്ക് ഈ ആപ്പ് വലിയ ആശ്വാസമാണ്. നിലവിൽ ബിറ്റ്ചാറ്റിൻ്റെ പരിമിതമാണ്. ഇത് iOSൽ ബീറ്റയിൽ മാത്രമേ ലഭ്യമാകൂ. അതിനാൽ വാട്സപ്പിനോ ടെലിഗ്രാമിനോ നേരിട്ട് ഒരു ബദലായി മാറാൻ ഇതിന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ജാക്ക് ഡോർസിയുടെ ഈ സംരംഭം ഭാവിയിൽ മെസ്സേജിംഗ് ആപ്പുകളിൽ നിർണായക സ്ഥാനം വഹിക്കും. സെൻസർഷിപ്പ്, ഡാറ്റ സ്വീകാര്യത, നെറ്റ്വർക്ക് ആശ്രയത്വം എന്നിവയെക്കുറിച്ച് ആളുകൾ ബോധവാന്മാരാകുമ്പോൾ ബിറ്റ്ചാറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് ആവശ്യം വർദ്ധിച്ചേക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.